ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ ഒരു സംഭവം കണ്ടേ. ഫസ്റ്റ് ഐ തിങ്ക് ജാതിക്കയായിരിക്കുന്നു. പിന്നെ ശരിക്കൊന്ന് ഫോൺ സൂം ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ജാതിക്കയല്ല, വേറെ എന്തോ ഒരു ഫ്രൂട്ടാണെന്ന്. അപ്പം പിന്നെ അതെന്താണെന്ന് അറിയാമല്ലോ. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ ആ പ്ലാന്റിൻ്റെ അടുത്തേക്ക് പോയി. അതിൻ്റെ അടുത്തെത്തിയപ്പോഴാണ് മനസ്സിലായത് സംഭവം മാംഗോസ്റ്റിൻ ആണെന്ന്. മാംഗോസ്റ്റിൻ എന്ന് കേട്ടിട്ടുണ്ട് എന്നല്ലാതെ ഇതുവരെ സംഭവം കഴിച്ചിട്ടില്ല, കണ്ടിട്ടുമില്ല. മാർക്കറ്റിൽ അത്യാവശ്യം നല്ല റേറ്റുള്ള ഒരു ഫ്രൂട്ടും കൂടിയാണല്ലോ. പഴുത്തിട്ടും പച്ചയായിട്ടൊക്കെ ഒരുപാട് ഫ്രൂട്ട് അതിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരുപാട് കൊഴിഞ്ഞു പോയി താഴെ കിടക്കുന്നുണ്ടായിരുന്നു. ഇതുവരെ കഴിച്ചു നോക്കാത്തൊരു ഫ്രൂട്ട് ആയതുകൊണ്ട് തന്നെ അതിന്റെ ടേസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി വല്ലാത്ത ത്വരയായിരുന്നു. ബട്ട് അനുവാദമില്ലാതെ നമുക്ക് പൊട്ടിക്കാനും പറ്റില്ലല്ലോ. എന്റെ കൂടെ എന്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. അവളും എന്നെ പോലെ ഇതുവരെ ഇത് കഴിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദേവദൂതയെ പോലെ ഒരു ചേച്ചി പ്രത്യക്ഷപ്പെട്ട സ്നേഹമുള്ള ചേച്ചി. ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ മക്കളെ നിങ്ങൾ ഇതെടുത്തോന്നും പറഞ്ഞു ഒരെണ്ണം പൊട്ടിച്ച് ഞങ്ങളുടെ കയ്യിൽ തന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, കിട്ടിയ പാടെ ഞങ്ങൾ അതെടുത്ത് നേരെ ഹോസ്റ്റലിലേക്ക് വിട്ടു. പോകുന്ന വഴിയൊക്കെ അതിന്റെ ചന്തം നോക്കി നടക്കലായിരുന്നു ഞങ്ങൾക്ക് പണി. ഇത് കണ്ടോ, ഈ നടുവിൽ കാണുന്ന ഈ സംഭവം, അതിൽ എത്ര ഇതളുണ്ടോ അതിനനുസരിച്ച് അതിന്റെ ഉള്ളിൽ ഫ്രൂട്ട് ഉണ്ടാവുന്ന കേട്ടിട്ടല്ല. നമുക്ക് എന്തായാലും ഒന്ന് മുറിച്ചു നോക്കാം. നേരെ ഹോസ്റ്റലിലെത്തിയതും ഒരു കത്തിയെടുത്ത് ഞങ്ങൾ അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു യുദ്ധത്തിന് ശേഷം നമ്മളത് പൊളിച്ചിരിക്കുന്നു. വാവ്, നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ശരിക്കും കാണാൻ ഈ വെളുത്തുള്ളിയുടെ അല്ലി പോലൊക്കെ ഉണ്ടല്ലോ. എന്തായാലും സംഭവം കാണാനൊക്കെ നല്ല അടിപൊളിയായിരുന്നു. ആകെ ഒരെണ്ണേ ഉള്ളെങ്കിലും കഴിക്കാൻ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഉള്ളത് വെച്ച് ഞങ്ങൾ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത്, ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നാണല്ലോ. അങ്ങനെ ഓരോരുത്തരായിട്ട് കഴിച്ചു നോക്കാൻ തുടങ്ങി. ഞാനും കഴിച്ചു ഒരെണ്ണം. സംഭവം ചെറിയൊരു മധുരം, ചെറിയൊരു പുളിപ്പൊക്കെ ആയിട്ടൊരു ടേസ്റ്റ്. അങ്ങനെ വലിയ സംഭവം എന്ന് പറയാനൊന്നുമില്ല. അപ്പം അത്രേ ഉള്ളൂ. ബൈ.